1980-കളിൽ പുറത്തിറങ്ങിയ ഒരു പുസ്തകമാണ് ദി ഇസ്ലാമിക് ബോംബ്. സ്റ്റീവ് വെയ്സ്മാനും ഹെർബർട്ട് ക്രൂസറും ചേർന്ന് എഴുതിയ പുസ്തകത്തിന്റെ ആദ്യ പതിപ്പ് കോളേജ് പഠനകാലത്ത് ഞാൻ വായിച്ചിരുന്നു. അതിനുശേഷം നിരവധി പതിപ്പുകൾ ആ പുസ്തകത്തിൻ്റെതായി പുറത്തു വന്നിട്ടുണ്ട്. ഇതിലൂടെ പറയാൻ കാരണം, ഇസ്ലാമിക് ബോംബ് എന്ന പ്രയോഗം ആദ്യമായി ഉപയോഗിക്കപ്പെട്ടത് അന്ന് ആ പുസ്തകത്തിലായിരുന്നു. അതിന് കാരണമുണ്ട്. പാകിസ്ഥാന്റെ അന്നത്തെ പ്രധാനമന്ത്രി, 70കളിൽ പ്രധാനമന്ത്രിയായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോ നടത്തിയൊരു പരാമർശമുണ്ട്. 1974 പൊഖ്രാനിൽ ആണവ പരീക്ഷണം നടത്തി ഇന്ത്യ ആണവശക്തിയായ ഘട്ടത്തിൽ, അതിനൊട്ടു മുമ്പ് ഇസ്രായേലും ആണവശക്തിയായിരുന്നു. അപ്പോൾ ഭൂട്ടോയുടെ ഒരു പ്രയോഗമുണ്ടായിരുന്നു, ഇവിടെ ജൂത ബോംബും ക്രിസ്ത്യൻ ബോംബും ഹിന്ദു ബോംബും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇസ്ലാമിക ബോംബ് ഉണ്ടായിക്കൂടാ? അത് ഒരു പ്രയോഗമായിരുന്നു. ആ പ്രയോഗത്തെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു ആ പുസ്തകത്തിന്റെ ടൈറ്റിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, പാകിസ്ഥാൻ അതിനുശേഷം അണുബോംബ് ഉണ്ടാക്കാനുള്ള ശ്രമം തുടർന്നു. പക്ഷെ 24 കൊല്ലം കഴിഞ്ഞിട്ടാണ് പാകിസ്ഥാന് അണുബോംബ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. 1998 ഇന്ത്യ രണ്ടാമത്തെ അണു വിസ്ഫോടനം നടത്തിയതിനു ശേഷമാണ്, അതേ മാസം തന്നെയാണ് പാകിസ്ഥാൻ ആണവ രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ചുരുക്കി പറഞ്ഞാൽ, ഇന്ത്യയും പാകിസ്ഥാൻ ഇപ്പോൾ അയൽ രാജ്യങ്ങളാണെങ്കിലും ആണവ ശക്തികളാണ്. ലോകത്ത് അണുബോംബുള്ള ഏക മുസ്ലിം രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് ഒരു അണുശക്തി എന്ന നിലയിൽ പാകിസ്ഥാനുള്ള പ്രത്യേകത നിലനിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഡിഫൻസ് പാക്ട് ഒപ്പിട്ടിരിക്കുന്നു. ഈ പ്രതിരോധ പാക്ടിന്റെ ഉടമ്പടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, രണ്ട് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആരാക്രമിച്ചാലും മറ്റേ രാജ്യം സഹായത്തിനെത്തും എന്നതാണ് അതിന്റെ പ്രത്യേകത. അതായത് നാറ്റോ ഉടമ്പടി പോലെ തന്നെ. നാറ്റോ ഉടമ്പടി പ്രകാരം നാറ്റോയിൽ അംഗരാജ്യങ്ങളിൽ ആരെയെങ്കിലും ഏതെങ്കിലും രാജ്യത്തെ മറ്റേതെങ്കിലും രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ അത് നാറ്റോ സഖ്യത്തിനെതിരെയുള്ള യുദ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ സംരക്ഷണത്തിനെത്തുമെന്നാണ് നാറ്റോ ഉടമ്പടി. അതുപോലെ സൗദി അറേബ്യയെയും പാകിസ്ഥാനെയും ആരെങ്കിലും ആക്രമിച്ചാൽ ഉടനെ മറ്റേ രാജ്യം അവരുടെ സഹായത്തിനും എത്തുമെന്നാണ് ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് വലിയ ആശയക്കുഴപ്പത്തിനിടയാക്കിയിട്ടുണ്ട്. ചില നിരീക്ഷകർ പറയുന്നത് ഇത് ഇന്ത്യയെ ഉദ്ദേശിച്ചുകൊണ്ടാണെന്നാണ്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇടയ്ക്കിടെ 4 യുദ്ധങ്ങൾ നടന്നു. അതുപോലെ തന്നെ 3 സംഘർഷങ്ങൾ ഉണ്ടായി. അപ്പോൾ അതുപോലെ സംഘർഷമോ യുദ്ധമോ വരികയാണെങ്കിൽ സൗദി അറേബ്യ പാകിസ്ഥാനെ സഹായിക്കുമെന്നാണ് ഇതിലൂടെ അവർ പറയുന്നത്. കാരണം സൗദി അറേബ്യയുടെ കയ്യിൽ F-15 വിമാനങ്ങളുണ്ട്, അത്യാധുനിക വിമാനങ്ങളും സംവിധാനങ്ങളും കുറവുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ സൗദി അറേബ്യയുടെ വക്താവ് റോയിട്ടേഴ്സിനോട് പറഞ്ഞിരിക്കുന്നത് അത്തരമൊരു ഉദ്ദേശമൊന്നുമല്ല ഈ പാക്ടിന് പിന്നിലുള്ളതെന്നാണ്. മാത്രമല്ല, ഇന്ത്യയെ വിട്ടുകളിക്കാൻ സൗദി അറേബ്യ ഒരിക്കലും തയ്യാറാവുകയുമില്ല. കാരണം 2024-25 കാലത്ത് മാത്രം $44.4 ബില്യൺ വ്യാപാര ഇടപാടുകളാണ് ഇരു രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. അതേസമയം പാകിസ്ഥാനും സൗദിയും തമ്മിലുള്ള വ്യാപാരം വെറും $4 ബില്യൺ. അപ്പോൾ വലിയൊരു അന്തരം അതിൽ കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഉദ്ദേശം അതല്ല എന്ന് സൗദി അറേബ്യ പറഞ്ഞിട്ടുമുണ്ട്. ഇനി ഈ പാക്ടിന്റെ കാര്യം ചിന്തിക്കുകയാണെങ്കിൽ, ഇതിപ്പോഴാണ് ഒപ്പിട്ടതെങ്കിലും 60കൾ മുതൽ തന്നെ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഒരു സൈനികമായ ഒരു ഇടപാട്, ഒരു ബന്ധം ഉണ്ട്, റിലേഷൻഷിപ്പ് തുടർന്നിരുന്നു. 64 യമനിൽ ഈജിപ്ത് ഒരു സംഘർഷമുണ്ടായ സമയത്ത് പാകിസ്ഥാന്റെ സൈന്യം സൗദി അറേബ്യയിലേക്ക് പോയിരുന്നു. മാത്രമല്ല, 1968 ശേഷം ഇന്ന് വരെ ഏതാണ്ട് 8000-ഓളം സൗദി അറേബ്യൻ സൈനികർക്ക് പാകിസ്ഥാൻ മിലിറ്ററി അസിസ്റ്റൻസ് അഥവാ അവർക്ക് പരിശീലനം നൽകിയിട്ടുണ്ടെന്നും നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഈ പാക്ടിന്റെ യഥാർത്ഥ ഉന്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇസ്രായേൽ നടത്തി വരുന്ന ഈ ഭീകരതയാണ്. അവർ ഏത് രാജ്യത്തിലും കയറി ഇടപെടാൻ തങ്ങൾക്ക് കഴിയുമെന്ന രൂപത്തിൽ ഈ ഏറ്റവും ഒടുവിൽ അവർ ദോഹയിലും അറ്റാക്ക് നടത്തുകയുണ്ടായി. ഖത്തറിൽ നടന്ന അറ്റാക്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, 24 മണിക്കൂറിനുള്ളിൽ 6ാമത്തെ രാജ്യത്താണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. അപ്പോൾ ഇസ്രായേൽ ഏത് സമയത്തും ഏത് രാജ്യത്തും കയറി വരാം എന്ന ഒരു തോന്നലിൽ നിന്നാണല്ലോ ഈ സംഭവം ഉണ്ടാവുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ദോഹയിലൊരു ഉച്ചകോടി നടക്കുകയുണ്ടായി. അറബ് ലീഗും അതുപോലെ തന്നെ OICയും സംയുക്തമായിട്ടുള്ള ഉച്ചകോടി ഏതാണ്ട് 60 രാജ്യങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. പക്ഷെ ആ ഉച്ചകോടി എന്ന് പറയുന്ന ഒരു തീരുമാനമെടുക്കാതെ, ഒരു കോൺക്രീറ്റ് സ്റ്റെപ്പ് ഇല്ലാതെയാണ് ഉച്ചകോടി
അവസാനിച്ചത്. മാത്രമല്ല ഇസ്രായേലിനെതിരെയുള്ള ഒരു യോജിച്ച നീക്കം പോലും ഉണ്ടായില്ല. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ആ ഉച്ചകോടിയിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമ്മളിങ്ങനെ കുറെ സമ്മേളനം നടത്തിയോണ്ട് കാര്യമായില്ല, കുറെ പ്രസ്താവന പുറപ്പെടുവിച്ചുകൊണ്ട് കാര്യമായില്ല, നമുക്ക് യോജിച്ചുള്ള ഒരു നീക്കം നടത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ഇറാഖ് പറഞ്ഞത്, നമുക്ക് നാറ്റോ മോഡലിൽ മുസ്ലിം രാജ്യങ്ങളുടെ ഒരു സഖ്യം ഉണ്ടാകണമെന്നായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും വന്നില്ല. എന്ന് മാത്രമല്ല ആ ഉച്ചകോടിയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇസ്രായേലുമായി എബ്രഹാം കരാർ ഒപ്പിട്ട UAE-യും ബഹ്റൈനും അതുപോലെ തന്നെ മൊറോക്കോയും അവരുടെ നേതൃത്വത്തെ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിന്റെ തലപ്പത്തുള്ള ആളുകൾ അതിൽ പങ്കെടുത്തില്ലെന്നും മറ്റ് ഉദ്യോഗസ്ഥരാണ് പങ്കെടുത്തതെന്നാണ് പറയപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവിടെ തന്നെ അവർ തമ്മിലുള്ള ഒരു വിടവുണ്ട്. എന്ന് വെച്ചാൽ എബ്രഹാം കരാറിൽ ഒപ്പിട്ട രാജ്യങ്ങൾക്ക് ഇപ്പോഴും അതിൽ നിന്ന് പിന്മാറണമെന്ന ഒരു ബോധം അവർക്ക് ഉണ്ടായിട്ടില്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരെ യോജിച്ച് നീക്കം നടത്താൻ ഈ ഒരു ഘട്ടത്തിൽ OICക്കോ അറബ് ലീഗിനോ സാധ്യമല്ല എന്നാണ്. കുറെ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുമെന്നല്ലാതെ ഒരു കോൺക്രീറ്റ് ആയ ഒരു സ്റ്റെപ്പ് അവർക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണ് ഉച്ചകോടിക്ക് തൊട്ട് പിന്നാലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും സൗദി അറേബ്യയുടെ കിരീടാവകാശി അഥവാ ഡിഫാക്ടർ റൂളർ എന്ന് അറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ സൽമാനും ചേർന്ന് ഒരു കരാർ ഒപ്പിട്ടിരിക്കുന്നത്. അപ്പൊ ഈ കരാർ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ ഉദ്ദേശിച്ചാണെന്നാണ് പറയപ്പെടുന്നത്. അല്ലാതെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. അഥവാ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ആ കരാർ പ്രകാരം സൗദിക്ക് പാകിസ്ഥാനെ സഹായിക്കേണ്ടി വരും എന്ന് ഒക്കെ പറയാമെങ്കിലും അത്തരമൊരു സാഹചര്യം ഉണ്ടാകാൻ ഇടയില്ലെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിലുള്ള ശക്തമായ വ്യാപാരം വന്നു. അത് മുൻപത്തേക്കാൾ ഏറെ ഒന്നുകൂടി ശക്തിപ്പെട്ടിരിക്കുന്നു എന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനൊരു നിരീക്ഷണം വന്നിരിക്കുന്നത്.